ഹായ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം കുത്തിയോട്ടും പിന്നെ ഇത് ഭഗവതിയുടെ എഴുന്നള്ളത്തും ഉണ്ടാവും. അപ്പം അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈവനിങ് ആവുമ്പോൾ രാവിലെ ഏർലി മോർണിംഗ്, നെക്സ്റ്റ് ഡേ രാവിലെ ഏർലി മോർണിംഗ് ആണ് ദേവി പുറത്ത് എഴുന്നള്ളുന്നത്. അപ്പോൾ അതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ബ്രദറിനെ കാണാൻ പോവുകയാണെന്നാണ് ഐതിഹ്യം. അപ്പോൾ ദേവിക്ക് അകമ്പടി സേവിക്കാനുള്ള ഭടന്മാരാണ് ഈ കുത്തിയോട്ടത്തിനുള്ള കുട്ടികൾ. അപ്പോൾ ദേവിയുടെ അകമ്പടി സേവിക്കാൻ ഇതേമാതിരി കുറേ രൂപങ്ങളും ഒക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ ഭഗവതീനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീട്ടുകാരും ഇതേമാതിരി ഫ്രൂട്ട്സും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇത് റോഡിൻ്റെ രണ്ട് വശത്തും കാത്തു നിൽക്കുന്നുണ്ടാവും ഇതേപോലെ ദേവീനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുത്തുക്കുടയും ഇതൊക്കെ ആയിട്ടാണ് ഈ പഞ്ചവാദ്യം, മുത്തുക്കുട ഇതൊക്കെ ആയിട്ടാണ് ഈ ഘോഷയാത്ര പോവുക. അപ്പോൾ ഘോഷയാത്രയിൽ ഇപ്രാവശ്യം 572 എന്തോ അത്രയും കുട്ടികൾ കുത്തിയോട്ടത്തിനുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ രാത്രി വൈകുന്നേരം പൊങ്കാല കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 6-7 o'clock തുടങ്ങണ ഘോഷയാത്ര അവസാനിക്കുന്നത് രാവിലെ ഒരു 6 o'clock ഒക്കെ ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ തിരിച്ചു വരും ചെയ്യും. അപ്പോൾ അത്രയും ടൈം ഈ ഘോഷയാത്ര ഇങ്ങനെ പോയോണ്ടിരിക്കും. അതിൻ്റെ ചില കാഴ്ചകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ദേവി എഴുന്നള്ളുന്ന വരെയുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ദേവി എഴുന്നള്ളിയിട്ട് വരുമ്പോൾ എല്ലാ വീട്ടിലും ഇതിൻ്റെ റോഡിൻ്റെ രണ്ട് വശത്തുള്ള വീട്ടുകാരൊക്കെ ഇതേമാതിരി വിളക്ക് വെച്ചിട്ട് സ്വീകരിക്കാൻ നിൽക്കുകയാണ്. ഒരു ഭയങ്കര കൾച്ചറും ഇതൊക്കെ എന്താ പറയുക ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഭക്തി നമുക്ക് തോന്നാൻ തുടങ്ങും. സോ അല്ലെങ്കിലും ആറ്റുകാലമ്മയുടെ മുമ്പിലെത്തുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ആ അമ്മയുടെ ഒരു ആ ഒരു ചൈതന്യത്തിൽ തന്നെ നമ്മൾ വീണു എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഈ ദേവിയുടെ എഴുന്നള്ളത്തൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നിർവൃത്തി നമുക്ക് തോന്നണം. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാനും. അപ്പോൾ ഇതൊക്കെയാണ് പൊങ്കാലയുടെ വിശേഷം.